പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ ഈ വാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 മേടം 10 മുതൽ 17 തീയതി വരെയുള്ള 2025 ഏപ്രിൽ മാസം 23 തീയതി ബുധനാഴ്ച മുതൽ ഏപ്രിൽ 30 തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഓരോ രാശിക്കാർക്കും മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, മേടം 10 തീയതിയാണ് സൂര്യൻ അത്യുച്ചത്തിൽ മേടത്തിൽ നിൽക്കുന്നത്. സൂര്യൻ്റെ ഏറ്റവും ഉയർന്ന പൊസിഷനാകുന്നു, എക്സാൾട്ടഡ് പോയിന്റ് ആകുന്നു മേടം 10. എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും നീചസ്ഥിതിയുമുണ്ട്. മേടം മാസം 1 തീയതി മുതലാണ് സൂര്യൻ ഉച്ചരാശിയിലേക്ക് മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അത് മേടം 10 ആകുന്നു. 10-ാം ഉദയം എന്ന് നാം അറിയപ്പെടുന്ന ഏറ്റവും ശക്തമായ സൂര്യൻ്റെ സാന്നിധ്യമുള്ള ദിനം. എന്തിനാണ് സൂര്യനത്ര പ്രാധാന്യം ജ്യോതിഷ് ചക്രത്തിൽ കൽപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. കാരണം സൂര്യനാകുന്നു ആത്മപ്രഭാവം, പൗരുഷം, വ്യക്തിത്വം. സൂര്യനെ ആശ്രയിച്ചാണ് മറ്റെല്ലാ ഗ്രഹങ്ങളും മുന്നോട്ട് നീങ്ങുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു വാരഫലത്തിൽ കർക്കിടക രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. പുണർത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം ആയില്യം നക്ഷത്രം ഉൾപ്പെടുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകൻ രാശി. കർക്കിടകൻ രാശിക്കാരുടെ ഈ വാരത്തെ ഗ്രഹനില നിങ്ങൾ മനസ്സിലാക്കുക. കർക്കിടകം രാശിയിൽ ഇന്ന് ചൊവ്വയും, 3-ാം ഭാവത്തിൽ കേതു, അഷ്ടമത്തിൽ ചന്ദ്രൻ, 9-ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, ശനി, രാഹു, 10-ാം ഭാവത്തിൽ ആദിത്യൻ ഉച്ചസ്ഥനായി, 11-ാം ഭാവത്തിൽ വ്യാഴം. ഒരു രാശി ചിന്തയിൽ നാം ആദ്യം ശ്രദ്ധിക്കുക രാശി അധിപൻ്റെ സ്ഥാനമാകുന്നു. കർക്കിടക രാശിയുടെ അധിപൻ ആരാണ്? രാശി അധിപനായ ഗ്രഹം ചന്ദ്രനാകുന്നു. ഈ ചന്ദ്രൻ ഇന്ന് നിൽക്കുന്നത് അഷ്ടമഭാവത്തിലാണ്. ഇവിടെ ലഗ്നാധിപനായ ഗ്രഹം അഷ്ടമഭാവത്തിൽ നിൽക്കുമ്പോൾ ദുസ്തേ ലഗ്നവതോ നിരോധനമുപൈതി, ലഗ്നാധിപൻ ദുസ്തനായി നിൽക്കുമ്പോൾ നിരോധനം, തടസ്സങ്ങൾ ഉണ്ടാകുന്നു. അജ്ഞാതവാസം, അല്ലെ ദേശം വിട്ടു പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഭയം, ഭയാശങ്കകൾ, വ്യാകുലതകൾ ഉണ്ടാകുന്നു. വ്യാധ്യാധീനി ഇതര ക്രിയാഭിഗമനം സ്ഥാനച്യുതിം ച ആപദം, തനിക്ക് പൊസിഷനിൽ നിന്നും വീഴ്ചയുണ്ടാകുന്നു, ആപത്തുകൾ ഉണ്ടാകുന്നു, രോഗാദി അരിഷ്ടതകൾ ഉണ്ടാകുന്നു. സ്വതവേ 8-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ആ ശ്ലോകത്തെ 2 രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട് ആചാര്യന്മാർ. ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ബഹുമതിഹി വ്യാധിന അർദ്ധിത, ഈ വ്യക്തിക്ക് അങ്ങേയറ്റം ബുദ്ധിയുണ്ടാകും. വ്യാധിന അർദ്ധിത, രോഗത്താൽ ബുദ്ധിമുട്ടും. പക്ഷെ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം, ഹോരാചാര്യർ ഇത്ര സൂക്ഷ്മമായി അതിബുദ്ധി ഉണ്ടാകുമ്പോൾ അവിടെ ചന്ദ്രൻ കന്യലഗ്നമായ അഷ്ടമത്തിൽ മേടത്തിൽ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തുലാലഗ്നമായ അഷ്ടമത്തിൽ ഉച്ചസ്ഥനായി ഇടവരാശിയിൽ നിൽക്കുകയാണെങ്കിൽ, അവിടെയൊക്കെയാണ് ചന്ദ്രന് വളരെയധികം ബലമുള്ളത്. മറ്റെല്ലാ സ്ഥലത്തും ആ ചന്ദ്രൻ ദുർബലനാണ്. ഇവിടെ കർത്താവിന് അടുത്തെത്തിയിരിക്കുന്നു ചന്ദ്രൻ, വളരെ ദുർബലമാണ് ചന്ദ്രൻ്റെ സ്ഥിതി. അതിനാൽ ശാരീരിക അവശതകൾ വളരെയധികം ശ്രദ്ധിക്കണം, മാനസികമായ അവസ്ഥകൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ 2 വിഷയമാണ്. മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ കർക്കിടക രാശിക്കാരൻ്റെ മാനസികമായ അവസ്ഥ മോശമായിരിക്കും. അതുപ്രകാരം തന്നെ ഇന്ന് കർക്കിടക രാശിയിൽ നിൽക്കുന്നത് നീചസ്ഥനായ ചൊവ്വയാണ്. ശാരീരിക അവശതകൾ വളരെയധികം ശ്രദ്ധിക്കണം. മനസ്സിൻ്റെ രോഗത്തിന് ആധി എന്നാണ് നാം പറയുക. ശരീരത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക്, രോഗങ്ങൾക്ക് വ്യാധി എന്നും പറയും. അതിനാൽ ആധിയും വ്യാധിയും വരുന്ന സമയമാകുന്നു കർക്കിടകം രാശിക്കാർക്ക്. ആരോഗ്യവിഷയം വളരെയധികം ജാഗ്രത പുലർത്തണം. ഇവിടെ കർമാധിപനായ ചൊവ്വയാണ് നീചസ്ഥായി നിൽക്കുന്നത്. അതിനാൽ പലപ്പോഴും കർമ്മമേഖലയിൽ വീഴ്ചയുണ്ടാകാം, തനിക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസരം ഉണ്ടാകാം. ഇതൊക്കെ ശ്രദ്ധിക്കണം. പക്ഷേ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥനായി ആദിത്യൻ നിൽക്കുന്നുണ്ട്. തൻ്റെ ജോലിക്ക് അപ്പുറത്ത് ഒരുപക്ഷെ ജോലി മാറി മറ്റൊരു നല്ല വരുമാനവും സാധ്യത കൂടുതലാണ്. ആ വിഷയത്തിങ്കൽ ശ്രദ്ധിച്ച് നിങ്ങൾ താരതമ്യം ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന. ജോലിയെ ചിന്തിക്കാനുള്ള ഗ്രഹം നീചസ്ഥനാണ്. പക്ഷേ ധനാധിപൻ, സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഉറവിടമായ ധനം, 2nd ഹൗസ്, ആ ധനാധിപനായ ഗ്രഹം ഉച്ചസ്ഥനായി നിൽക്കുന്നു. അതിനാൽ ജോലിയിൽ തന്നെ മാറ്റങ്ങളായി. ആ മാറ്റം സാമ്പത്തികമായ സമൂലമായ പരിവർത്തനത്തിന് ഉതകുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും മറ്റു ജോലി സ്വീകരിക്കണം.
തയ്യാറാകണം. അതിന് വളരെ അനുകൂലമായ ദിവസങ്ങളാണ് ഈ ഒരു വാരമൊക്കെ ഉള്ളത്. പിന്നെ മറ്റൊരു വിശേഷപ്പെട്ട വിഷയം, 11ാം ഭാവത്തിലേക്ക് വ്യാഴമുണ്ട്. ഭാഗ്യാധിപനായ ഗ്രഹം 11ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. അത് സന്താനങ്ങൾക്ക് ഒരു പരിരക്ഷ കൊടുക്കും. ഇവിടെ യഥാർത്ഥത്തിൽ സന്താനപതിയായ ചൊവ്വയാണ് നീചസ്ഥനായി നിൽക്കുന്നത്. അതിനാൽ സന്താനങ്ങൾക്ക് അശ്രേയസ്, ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടാകാം. അതിന് വലിയൊരു പരിധിവരെ ഭാഗ്യാധിപനായ വ്യാഴം 11ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 5ാം ഭാവത്തിലേക്ക് നോക്കുന്നത് വളരെ ഗുണകരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഇപ്പോൾ ക്യാരി ചെയ്യേണ്ട സമയമാണ്. ക്യാരി ചെയ്ത് വളരെയധികം വീട്ടിൽ മെഡിക്കൽ ഷാപ്പാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചമത്കാര ചിന്താമണിയിൽ സഭാവിദ്യതേ ഭൈഷ്യജിതസ്യ ഗേഹേ പജൽ കർഹി ക്വാധം ഉദ്ഗോതകാനി. തന്നെ വീട് മരുന്ന് ഷാപ്പാകും. കഷായങ്ങളും ലേഹങ്ങളും കുഴമ്പുകളും കൊണ്ട് കളിക്കേണ്ടി വരുന്നതാണ്. മഹാവ്യാധയോ ഭീതയോ വാരിഭൂതാഹ, ജലത്തിൽ നിന്നും ഉണ്ടാകുന്ന രോഗങ്ങളെ ശ്രദ്ധിക്കണം. ജലഭയത്തെ ശ്രദ്ധിക്കണം. സ്വതവേ കർക്കിടകം ജലരാശിയാണ്. അതിനാൽ വെള്ളത്തിലൂടെ വരുന്ന അപകടങ്ങൾ ശ്രദ്ധിക്കണം. നീന്തൽ വശമില്ലാത്തവരൊക്കെ വളരെ ജാഗ്രത പാലിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വെള്ളത്തിലൂടെ വരുന്ന വൈറൽ ഫീവേഴ്സൊക്കെ ശ്രദ്ധിക്കണം. ഇന്ന് വെള്ളത്തിലൂടെ മഞ്ഞ, പിത്തം, ജോണ്ടിസമൊക്കെ വരുന്ന സമയമാണ്. ഒരു തരത്തിലും വെള്ളത്തെ വിശ്വസിക്കാൻ നമുക്ക് കഴിയുകയില്ല. അതിനാൽ കർക്കിടക രാശിക്കാർ ശുദ്ധമായ വെള്ളം ചൂടാക്കി മാത്രം ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ശാരീരികമായി രോഗാദി അരിഷ്ടതകൾ പിടിപെടും. പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം, ജോണ്ടിസം എന്ന രോഗം, ഹെപ്പറ്റൈറ്റിസ് ബി കുട്ടികൾക്ക് ധാരാളം ദൈവികമായ വിഷയങ്ങൾക്ക് വ്യാപരിക്കാനുള്ള അവസരം വരും. ഇവിടെ 9ാം ഭാവത്തിൽ ശനിയുണ്ട്, ബുധനുണ്ട്. ഇതൊക്കെ തപസ്യ എന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ്. അതിനാൽ തപോനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യാം. വലിയ തീർത്ഥാടന പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ച് പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുന്ന എല്ലാ പ്രക്രിയയുടെയും ഭാഗമാകാൻ കർക്കിടക രാശിക്കാർക്ക് കഴിയും. സാമ്പത്തികമായി വളരെയധികം ഗുണം വരും. അത് പലിശ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഇതുമായി ബന്ധപ്പെടുന്നവർക്ക് വളരെയധികം ഗുണങ്ങൾ വരും. തങ്ങളുടെ ആത്മീയമായ വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക്, പ്രചാരകർക്ക്, പ്രവാചകന്മാർക്ക്, പ്രസംഗിക്കുന്നവർക്ക്, വിദേശത്ത് പോയി തങ്ങളുടെ മതം, തങ്ങളുടെ ധർമ്മം, തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാനും അതിലൂടെ പേരും പ്രശസ്തിയും ഉണ്ടാക്കാനും വളരെ നല്ല സമയമാണ്. സാമ്പത്തികം ഞാൻ സൂചിപ്പിച്ചു. ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്, ഇതൊക്കെ വിൽക്കുന്ന വ്യക്തികൾക്ക് ഷെയർ മാർക്കറ്റിൽ മറ്റൊരു കർമ്മമേഖലയിൽ മറ്റൊരു അവസരം ഞാൻ സൂചിപ്പിച്ചു. ഒന്ന് പ്രധാനപ്പെട്ടത് ഈ ഒരു വിഷയമാണ്. സ്വർണം അല്ലെങ്കിൽ പ്ലാറ്റിനം, ലോഹങ്ങൾ, എക്സ്പോർട്ട് ഇമ്പോർട്ടുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, ലോജിസ്റ്റിക്സ്, അതിനുമപ്പുറം വളരെ നന്നായി ഏത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്ക് വളരെയധികം ഗുണം വരും. കാരണം 9ലെ ശുക്രൻ അങ്ങനത്തൊരു ഫലം നൽകും. ഭൂമി കച്ചവടത്തിന് വളരെ നല്ല സമയമാണ്. ഭൂമി വിൽക്കാം. ഭൂമി വാങ്ങി മറിച്ച് വിറ്റ് ധാരാളം കാശുണ്ടാക്കാൻ അനുകൂലമായ സമയമാണ്. കാരണം സുഖാധിപനായ ഗ്രഹം, ഭൂമികാരകനായ ഗ്രഹം, ഭൂമിയെ ചിന്തിക്കേണ്ടുന്ന 4ാം ഭാവാധിപനായ ഗ്രഹം ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നു. അതിനാൽ ഭൂമി വാങ്ങുക, ഭൂമി മറിച്ച് വിൽക്കുക, തനിക്ക് ഗൃഹനിർമ്മാണ ചിന്ത വരിക. അത് മേടം, ഇടവൻ രാശി കുറ്റിയടിക്കാനും കട്ടിൽ വെപ്പിനും തറകെട്ടാനും കിണർ കുഴിക്കാനും ഒക്കെ അനുകൂലമായ മാസങ്ങളാണ്. ഞാനിപ്പോഴും വടകരയിൽ ഒരു കിണറിന് കുറ്റിയടിച്ചാണ് വരുന്നത്. അതിനാൽ മഴയ്ക്ക് മുമ്പ് കിണറിൻ്റെ കുറ്റിയടി കർമ്മങ്ങളൊക്കെ, സ്ഥാനങ്ങളൊക്കെ കണ്ട് കുറ്റിയടിച്ച് വരിക. ഭൂമി ഇൻവെസ്റ്റ്മെൻറ്റ്, ധനപരമായ വിഷയങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, തന്നെ ജോലി സംരക്ഷിക്കുവാൻ ശ്രമിക്കുക. അനുകൂലമായ സാമ്പത്തികമായ സ്രോതസ് ഉണ്ടെങ്കിൽ ജോലി മാറാം. അപ്രകാരം തന്നെ വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുന്ന നേവൽ ഓഫീസേഴ്സ്, ഇവർക്കൊക്കെ ജോലി മാറ്റം, ഒരു സങ്കേതത്തിൽ നിന്നും മറ്റൊരു സങ്കേതത്തിലേക്ക് ജോലി മാറുവാനുള്ള അനുകൂലമായ സമയമൊക്കെ സംജാതമാകുന്ന ഈ ഒരു വാരം കർക്കിടക രാശിക്കാർക്ക് ശുഭത്വം നേരുന്നു. പ്രധാനമായും ദേഹാരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ദേഹമുട്ട് നാളികേരം കൊണ്ട് ചെയ്യണം. ജോലി മാറുന്നവർക്ക് കർമ്മമുട്ടി ചെയ്യണം നാളികേരം കൊണ്ട്. അതേ രീതിയിൽ ശത്രുസന്ധമായ ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ശത്രുമുട്ടി ചെയ്യണം. ഇത് ചൊവ്വാഴ്ചകളിൽ ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചിങ്ങൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. ചിങ്ങൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങം രാശി. ഇവിടെ ഇന്ന് ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2ാം ഭാവത്തിൽ ചൊവ്വ, 7ാം ഭാവത്തിൽ ചന്ദ്രൻ, അഷ്ടമത്തിൽ ബുധൻ, ശുക്രൻ, ശനി, രാഹു, 9ാം ഭാവത്തിൽ ആദിത്യൻ, 10ാം ഭാവത്തിൽ വ്യാഴം, 12ാം ഭാവത്തിൽ ചൊവ്വ.
ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല ഗുണം ഈ ഒരു വാരത്തിൽ നാം കാണുന്നത് രാശിധിപനായ സൂര്യൻ ഉച്ചസ്ഥനായി 10-ാം ഉദയത്തോടുകൂടി മേടൻ രാശിയിൽ നിൽക്കുന്നു. അതിനാൽ തങ്ങളുടെ ആത്മപ്രഭാവം, വ്യക്തിത്വം, പൗരുഷം ഇതൊക്കെ തനിക്ക് എന്ത് ചെയ്യാം, വളരെ സജീവമായി പുറത്തെടുക്കുവാനുള്ളൊരു അസുലഭമായ സമയം ഈ ആദിത്യൻ പ്രദാനം ചെയ്യുന്നതാണ്. ഒരാളുടെ വ്യക്തിത്വമാണ് സൂര്യൻ. സൂര്യൻ ഉച്ചസ്ഥനാണെങ്കിൽ ആത്മപ്രഭാവം വളരെയധികം വർദ്ധിപ്പിക്കും. അതിനാൽ തങ്ങളുടെ പല കാര്യങ്ങളും പ്രകടിപ്പിച്ച് തനിക്ക് ആനുകൂല്യങ്ങൾ തങ്ങളുടെ അധികാരികളിൽ നിന്നും, ഉത്തരപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന സമയമാകുന്നു. മേലധികാരികൾക്ക് തങ്ങളോട് ഒരു പൂർണ്ണമായും ഒരു താല്പര്യവും വിധേയത്വവും തോന്നും. പല കാര്യങ്ങളും താൻ തീരുമാനങ്ങളെടുക്കും. കാരണം ചിങ്ങൻ രാശിക്കാർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവർ ത്യാഗം ചെയ്യുന്നവരാണ്. അവർ എല്ലാ കാര്യത്തിലും ത്യാഗി എന്നൊരു ഫലമുണ്ട്. ആത്മാർത്ഥത അവരുടെ മുഖമുദ്രയാണ് ചിങ്ങൻ രാശിക്കാരുടെ. അത് സിംഹമാകുന്നു അവരുടെ രാശിയുടെ അധിപൻ. സിംഹത്തിൻ്റെ സ്വഭാവം എന്താണ്? വനേബി സിംഹ മൃഗമാംസഭക്ഷിണോ ബുഭുക്ഷിത നൈവം തൃണം ചരന്തി. വനത്തിൽ ഗുഹയിൽ താമസിക്കുന്ന സിംഹം, മൃഗങ്ങളെ ഭക്ഷിക്കുന്ന സിംഹം, ഭക്ഷണത്തിന് ഒന്നും ലഭിച്ചില്ലെങ്കിലും പുല്ല് തിന്നില്ല. ഗതികെട്ടാൽ പുല്ല് തിന്നുമെന്ന് നാം കേട്ടിട്ടുണ്ട്. സിംഹം അങ്ങനെയല്ല. തങ്ങൾ എപ്പോഴും ആ പ്രഭാവം എപ്പോഴും തന്നിലുണ്ടാവും. ആ പ്രഭാവം ചിങ്ങൻ രാശിക്കാരുടെ മുഖമുദ്രയാണ്. മകംപൂര മുത്രം ആദ്യത്തെ 15 നാഴികക്കാർ വരുന്ന ചിങ്ങൻ രാശിക്കാരുടെ സ്വഭാവ വൈശിഷ്ട്യമാണത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏത് തലപ്പത്തും ആ ചിങ്ങൻ രാശിക്കാർ എപ്പോഴും തങ്ങളുടെ ആത്മപ്രഭാവം, പൗരുഷം, വ്യക്തിത്വം അത് കാത്തു സൂക്ഷിക്കും. അതിനുവേണ്ടി തങ്ങളുടെ പേര് ദോഷമാകുന്ന ഒരു വിഷയത്തിനും അവർ എന്തു ചെയ്യില്ല, കോംപ്രമൈസ് ചെയ്യില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മറിച്ച് ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക വരുന്ന കന്നിരാശിക്കാരാണെങ്കിൽ അവരെന്തിനും കോംപ്രമൈസ് ചെയ്യും. അവർ ഉപായത്തിൻ്റെ വഴികൾ സ്വീകരിക്കും. പക്ഷേ ചിങ്ങം, ഉത്രം അങ്ങനെയല്ല. ആദ്യത്തെ 15 നാഴിക. അതിനാൽ പ്രഭാവം, ആത്മപ്രഭാവം തനിക്ക് മുന്നോട്ട് പോകാൻ വളരെ നല്ലതാണ്. ധർമ്മദൈവപ്രീതി നന്നായി ചെയ്യണം. ഇവിടെ 9-ാം ഭാവാധിപനായ ഗ്രഹം ബാധാധിപനായി 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിന് 4-ാം ഭാവാദിത്യമുണ്ട്. മാതൃവിധേയന്മാരാണ്. അമ്മയോട് വിധേയത്വം കൂറുള്ളവരാണ് ചിങ്ങൻ രാശിക്കാർ. അതിനാൽ തന്നെ ധർമ്മദൈവങ്ങളെ പരിരക്ഷിക്കണം, മാതാവിനെ ശ്രദ്ധിക്കണം. ധർമ്മദൈവ സങ്കേതത്തിൽ സംക്രമം അല്ലെങ്കിൽ മലയാള മാസം 1-ാം തീയതി വരുമ്പോൾ അവിടെ വിളക്കിലേക്ക് എണ്ണ, തിരി, ധർമ്മദൈവ പ്രീതികരങ്ങളായ എന്തൊക്കെയുണ്ട് അതൊക്കെ ചെയ്യുക. ജൂൺ 6 വരെ ധർമ്മദൈവ പ്രീതി ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് ഗുരുക്കന്മാരോട്, ഗുരുനാഥന്മാരോട്, അല്ലെങ്കിൽ തന്നെ ഗോഡ് ഫാദേഴ്സായി വരുന്നവരോടൊക്കെ തന്നെ തൻ്റെ പ്രഭാവം കൂടി അവരോട് എന്ത് ചെയ്യുക, ഒരു ഫൈറ്റിംഗ് മൂഡിലേക്ക് പോകാതെ നോക്കുക. അവരുടെ അപ്രിയം വാങ്ങരുത്. ദൗഷ്കൃത്യം സ്വഗുരോഹോ പിതുശ്ച നിധനം എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു ഫലദീപികയിൽ. തൻ്റെ ഗുരുവിനും പിതാവിനും നിഷ്കൃതി ഉണ്ടാവുക. അച്ഛൻ്റെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കണം. കർമ്മമേഖലയിൽ മാറ്റങ്ങൾ വേണമെങ്കിലാകാം. കാരണം സൂര്യൻ ഉജ്ജ്വലനായി നിൽക്കുകയാണ്. അതിനാൽ ഒരു ജോലി മാറി മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാം. ഇവിടെ കർമാധിപനായ ശുക്രൻ അഷ്ടമത്തിൽ ദുർബലമായി നിൽക്കുകയാണ്. അതിനാൽ കർമ്മത്തിലുള്ള മാറ്റങ്ങളൊക്കെ ആകാം. സ്ത്രീകൾ കാരണം കർമ്മമേഖലയിൽ പേരുദോഷം വരാതെ നോക്കണം. അഷ്ടമത്തിൽ ശുക്രൻ ശനിയും രാഹുവോടും കൂടിയാണ് നിൽക്കുന്നത്. അവിടെ ബുധനുമുണ്ട്. അതിനാൽ പലപ്പോഴും സ്ത്രീ കാരണം പേരുദോഷം വരും. തങ്ങളുടെ വിലപ്പെട്ട ആഭരണങ്ങളോ ധനമോ അല്ലെങ്കിൽ രേഖകളോ ഭൂമിയുടെ രേഖകളോ ഫ്രണ്ടായ സുഹൃത്തായ സ്ത്രീ സുഹൃത്തിന് കൊടുത്താൽ അവൾ അതും കൊണ്ട് രക്ഷപ്പെടും. തങ്ങളുടെ സ്വർണം തിരിച്ചു കിട്ടില്ല. അത് ഭാര്യ അറിയും. ദാമ്പത്യ കലഹം വരും. ഒരു സംശയവുമില്ല. അതിനാൽ സ്വർണം, ധനം, രേഖകളൊക്കെ കൈമോശം വരാതെ ശ്രദ്ധിക്കുക. ചില സ്ത്രീ വിഷയത്തിൽ പേരുദോഷം വരും. നല്ല വെള്ള ഷർട്ടിട്ട് പോകുന്ന വ്യക്തിക്ക് മഷി കൊടഞ്ഞാൽ എന്തുണ്ടാകും? ആ ഷർട്ട് ഉപയോഗശൂന്യമാകും. അതുപോലെ തനിക്ക് പേരുദോഷം വരുന്ന വാരമാകുന്നു. സ്ത്രീ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കുക. അത് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നത് 7-ാം ഭാവത്തിൽ വൈകല്യവാനായ ചന്ദ്രനുണ്ട്. ആ ചന്ദ്രൻ സ്ത്രീ വിഷയത്തിൽ അത്ര നല്ലതല്ല. ഈ തീവ്രമതോ മതേ 7-ൽ ചന്ദ്രൻ വരുമ്പോൾ തീവ്രമായ മതം, കാമമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ കാമം കൂടിയിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ശ്രദ്ധിക്കണം. ചില വിവാഹ തീരുമാനങ്ങളോ പെണ്ണ് കാണൽ ചടങ്ങുകളോ ഒക്കെ ഈ 7-ൽ നിൽക്കുന്ന ചന്ദ്രനുണ്ടാകും. ദദദ്ദാരസം സപ്തമേ ശീതരശ്മിഹി 7-ൽ ചന്ദ്രൻ വരുമ്പോൾ ഭർത്തൃസുഖമുണ്ടാകും സ്ത്രീക്ക്. പുരുഷനാണെങ്കിൽ ഭാര്യാസുഖം ലഭിക്കും. അതിനാൽ അതിന് വേണ്ട കർമ്മങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ ചെയ്യുക, പരസ്പരം കാണുക, വിവാഹ തീരുമാനങ്ങളൊക്കെ ഈ ഒരു വാരത്താകാം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുവാനും ഇഷ്ടപ്പെടുവാനുമുള്ള ഒരു അസുലഭമായ അവസരം ഈ വാരത്ത് സംജാതമാകുന്നതാണ്. ചെറിയ ശാരീരികമായ ക്ലേശങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഡിസ്ക്, നടു, പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ ശ്രദ്ധിക്കണം. ദേഹസംബന്ധമായ ആരോഗ്യ വിഷയത്തിലേക്ക് ദേഹമുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക. ധർമ്മദൈവ സങ്കേതങ്ങളിൽ യഥാശക്തി പ്രീതി ചെയ്യുക. ദാമ്പത്യ ശ്രേയസ്സിനായി ഭാര്യാഭർത്താക്കന്മാർ ഐക്യമത്യ അർച്ചന ചെയ്യുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച നാളികേരം കൊണ്ട് ദാമ്പത്യ മുട്ട് ചെയ്യുക, മുട്ടറക്കുക. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു കന്നി രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. കന്നി രാശി എന്നാൽ നിങ്ങൾക്കറിയാം, ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി. ഇവിടെ കന്നിരാശിക്കാർക്ക് ഇന്ന് രാശിയിൽ കേതു, 6ാം ഭാവത്തിൽ ചന്ദ്രൻ, 7ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, ശനി, രാഹു, അഷ്ടമത്തിൽ സൂര്യൻ, 9ാം ഭാവത്തിൽ വ്യാഴം, 11ാം ഭാവത്തിൽ ചൊവ്വ. ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ പലപ്പോഴും അത്ര ഗുണപരമായിരിക്കില്ല. ഇവിടെ സൂര്യൻ ഉച്ചസ്ഥനാണ്. പക്ഷേ കന്നിരാശിയെ സംബന്ധിച്ചോളം ആ സൂര്യൻ 12ാം ഭാവാധിപനാണ്. ആ സൂര്യൻ വില്ലനാകും പലപ്പോഴും. അത്ര നല്ല ഫലമല്ല പറഞ്ഞിരിക്കുന്നത്. സ്വൽപാത്മജോ നിധനകെ വികലേക്ഷണ എന്നാണ് ഹോരാശാസ്ത്ര ഫലം പറഞ്ഞിരിക്കുന്നത്. സ്വൽപാത്മജ, സന്താന വിഷയങ്ങളിൽ ബുദ്ധിമുട്ട് വരും. നിധനകെ 8ൽ വരുമ്പോൾ വികലേക്ഷണ, നേത്രസംബന്ധമായ കണ്ണുകൾക്ക് രോഗമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അപ്രകാരം തന്നെ 6ൽ ചന്ദ്രനാണ്. ധാരാളം ശത്രുസംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ടാകും. രിപോജായതേ വിഗ്രഹേണാവി രാജ ജിതാസ്തഹി ഭൂയോ വിധോ സമ്പദന്തി. യുദ്ധം വരും, ശത്രുവിനെ ജയിക്കും, വീണ്ടും ശത്രു വരും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ശത്രുദോഷ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. നിർബന്ധമായും ഈ വാരത്തിൽ ഞായറാഴ്ച തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കൂവളമാല, ജലധാര വഴിപാടുകൾ ചെയ്യുക. അച്ഛൻ്റെ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. കാരണം സൂര്യൻ പിതാവാണ്. അത് അഷ്ടമത്തിൽ 8ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പിതാവിൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. അമ്മ ശത്രുസ്ഥാനത്താണ്. ചന്ദ്രൻ 6ാം ഭാവത്തിലാണ് ഇന്നത്തെ രാശിയിൽ. അതിനാൽ അമ്മയുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. അമ്മ ശത്രുവാകാതെ നോക്കുക. അമ്മക്ക് വേണ്ട എല്ലാ കർമ്മങ്ങളും സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും അമ്മ പറയുന്നതും ശ്രദ്ധിക്കുക. മരിച്ചു കഴിഞ്ഞാൽ പിന്നെയല്ലേ നാം കർമ്മം ചെയ്യുക. അച്ഛനെയും അമ്മയെയും അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടി വരുന്ന എന്ത് കാര്യങ്ങളും സുമനസ്സോടുകൂടി ചെയ്യുവാൻ ശ്രമിക്കുക. ഇവിടെ എടുത്തുചാടി വിവാഹ വിഷയത്തേക്ക് വന്ന് ബുദ്ധിമുട്ടുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ചമത്കാര ചിന്താമണിയിൽ. ക്രിയാലംബടസ്തഷ്ടമേ കഷ്ടഭാഗി വിദേശീയതാരാൻ ഭയത് ബാപ്യവസ്തു. താൻ ആഗ്രഹിക്കാൻ പാടില്ലാത്തതിനെ ആഗ്രഹിക്കും. അന്യദേശത്തുള്ള സ്ത്രീയെ ആഗ്രഹിക്കും, എന്നിട്ട് കഷ്ടപ്പെടും. വസുക്ഷീണതോ ദുസ്യുതോ വാ വിലംബാത്. ധനം ശ്രദ്ധിക്കാതെ കൈകാര്യം ചെയ്താൽ ധനനഷ്ടമുണ്ടായി ക്ലേശങ്ങളുണ്ടാകുന്നു. സർക്കാർ തന്നെ ധനം കൊണ്ടുപോകുന്നു. അതിനാൽ എപ്പോഴും GST, ടാക്സ്, സെയിൽ ടാക്സ്, ഇൻകം ടാക്സ് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം കന്നിരാശിക്കാർ ഈ ഒരു വാരക്കാലം. അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയർ വർഷം വരുമ്പോൾ അനാവശ്യമായ കേസ് കൂട്ടങ്ങളും സർക്കാരുമായി കോടതിയിലും വ്യവഹാരശാലകളിലുമൊക്കെ പോകേണ്ടി വരുന്ന അവസ്ഥ വരും. ശ്രദ്ധിക്കുക. പുതിയ പ്രണയബന്ധങ്ങളുണ്ടാകും. പ്രണയബന്ധം വരുമ്പോൾ പലപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ അവരുമായി ശത്രുത പുലർത്താം. തനിക്കൊരു കുട്ടിയെ കണ്ടു, ദൂരത്ത് കണ്ടു, അത് ജാതി അല്ലെങ്കിൽ മതം ഇതൊന്നും തനിക്ക് പ്രശ്നമല്ല എന്ന് തീരുമാനിക്കുമ്പോൾ അവിടെ എതിർക്കപ്പെടും തൻ്റെ ബന്ധുക്കളാൽ. അത് അച്ഛനുമാകും അമ്മയുമാകും, അവരൊന്നിച്ചായിരിക്കും. അതിനാൽ പ്രണയവിഷയം വളരെ തന്മയത്വത്തോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ സമാധാനം ഗാർഹികമായ അന്തരീക്ഷത്തിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതാണ്. ഭൂമി വാങ്ങാം, ഭൂമി ലാഭത്തിൻ്റെ സമയമാണ്. അല്ലെങ്കിൽ ഭൂമി വിൽക്കുവാനും അനുകൂലമാണ്. ഒരു ഭൂമി ലാഭം കാണുന്നുണ്ട്. ചതുർഭൂമികം തദ്ഗൃഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത് 9ൽ വ്യാഴം വരുമ്പോൾ. അതിനാൽ ഭൂമി ലാഭം, ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുന്ന തറകെട്ടൽ മുതലായ നല്ല കലാപരിപാടികളൊക്കെ ചെയ്യാം. കാരണം മേടം മാസവും ഇടവ മാസവും രണ്ടും നല്ല മാസങ്ങളാണ്. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ കന്നിരാശിക്കാർക്ക് വരാനില്ല. എല്ലാ കന്നിരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.